വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് അടിക്കുന്നത്. ഇത് 2 വർഷത്തോളായി മുറിച്ച് വെച്ചിട്ട് ഇതൊന്നും നോക്കിയില്ല. ഇപ്പോൾ എല്ലാം എടുക്കുമ്പോൾ ഞാൻ ഇത് തയ്ച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് കഴുത്തെല്ലാം ഒരു പണി ഇത്ര ആക്കി വെച്ചതാണ്. ഇതങ്ങനെ കഴുത്താണ് നല്ല കഴുത്താണ് നമുക്ക് ഇതിന് കഴുത്താണ്, ടോപ്പിന് കഴുത്തേ ഉള്ളൂ മെയിനായിട്ട്, വേറെ ഒന്നുമില്ല. പറയില്ല, കഴുത്ത് നല്ല ഫിനിഷിങ് കിട്ടണമെന്നേ ഉള്ളൂ. കഴുത്ത് ഇങ്ങനെ ഇത് നമ്മുടെ കഴുത്ത് മുൻവശമുള്ള കഴുത്ത് അടിച്ച് ഇനി ഇതിൻ്റെ മേലോട്ട ഒരടിയും കൂടി അടിച്ചു കൊടുക്കാം. നമുക്ക് എന്നിട്ട് ബാക്കും കൂടി അടിച്ചിട്ട് 2 ജോയിൻ്റ് ആക്കിയതിന് ശേഷം 2ഉം കൂടി വെച്ചിട്ട് അടിക്കാം. ഇത് മുമ്പ് സൈഡാണ്, ഇനി ബാക്ക് നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് അടിക്കാനായി ബാക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഞാനിടുന്ന എല്ലാ ചുരിദാറായാലും എല്ലാ ഡ്രസ്സും ഞാൻ തന്നെ തയ്ക്കൽ. തുണി വാങ്ങിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മോഡൽ വരുമ്പോൾ ഞാൻ തന്നെ തയ്ച്ച് ഞാൻ തന്നെ ഇടലാണ്. അങ്ങനെ പുറത്ത് കൊടുത്തിട്ടുള്ള തയ്യൽ തയ്ച്ചിട്ടില്ല. ഒന്നും പഠിച്ചതിന് ശേഷം ഒന്നും തയ്ച്ചിട്ടില്ല. എല്ലാം വേണ്ടുന്ന ഏത് മോഡലായാലും ഞാൻ തന്നെ തയ്ക്കും. എല്ലാ മോഡലും ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അതേ മോഡലിൽ തന്നെ ഞാൻ തയ്ച്ചെടുക്കും, ഡിസൈൻ ആക്കിയിട്ടും എടുക്കും. തുണി നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയിട്ട് തുണി വാങ്ങുന്നതേ ഉള്ളൂ. ഇതായിപ്പോയി. അങ്ങനെ നമ്മളെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ടോപ്പ് റെഡിയാക്കി ഇനി ഇതിൻ്റെ അടിവശം മാത്രം ഒന്ന്
മടക്കി അടിക്കാം. ഇതിൻ്റെ അടിവശം നമുക്ക് തയ്ക്കാം. അങ്ങനെ നമ്മളെ ടോപ്പ് ലാസ്റ്റ് ഘട്ടം ആയി. അങ്ങനെ നമ്മളെ ടോപ്പ് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ടോപ്പ് അടിച്ചിട്ടു. ഇത് 2.5 വർഷമായി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട്. ഞങ്ങൾക്ക് അറിയില്ലേനു. ഞാൻ ടൈലറിങ്ങിൻ്റെ തുണിയെല്ലാം എടുത്ത് മാറ്റുമ്പോൾ കണ്ടതാണ്. അപ്പം വിചാരിച്ച് ഞാൻ ഇത് തയ്ച്ച് കളിയാണ്. ഇത് നൈറ്റീൻ്റെ തുണിയാണ്. ഞാൻ നൈറ്റി ജോലി എടുക്കലുണ്ടായിരുന്നു. നൈറ്റി ഇങ്ങനെ ഹോൾ സൈഡ് എടുത്തിട്ട് ഓണം വിഷു എല്ലാം ആകുമ്പോൾ നൈറ്റി തയ്ച്ച് കൊടുക്കലുണ്ട്. അപ്പം നൈറ്റീൻ്റെ നല്ല തുണി കാണുമ്പോൾ ഞാൻ അപ്പോൾ